നടക്കുന്നത്? അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതായത് പ്രവർത്തകർ ഈ ബാരിക്കേഡ് മറികടന്ന് ഇപ്പുറത്തേക്ക് വരുന്നു. സ്വാഭാവികമായും പോലീസുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നു, ബലപ്രയോഗത്തിൽ ഏർപ്പെടുന്നു. ഒരു പ്രവർത്തകന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് പോലീസുമായി ചെറിയ രീതിയിലുള്ള ഒരു തർക്കത്തിൽ ഏർപ്പെടുകയും പോലീസിനെ മർദ്ദിക്കുന്ന ഒരു തരത്തിലേക്ക് പ്രവർത്തകർ പോവുകയും ചെയ്തിരുന്നു. പക്ഷേ പോലീസ് സംയമനം പാലിച്ചതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നത്തിലേക്ക്, ഗുരുതര പ്രശ്നത്തിലേക്ക് പോയിട്ടില്ല. കൂടുതൽ പോലീസുകാർ ഇപ്പോൾ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി ഇവരെ അറസ്റ്റ് ചെയ്ത് വാഹനത്തിലേക്ക് കയറ്റുവാനുള്ള ഒരു നടപടിയിലേക്കാണ് ഇപ്പോൾ നിലവിൽ പോകുന്നത്. പക്ഷേ അറസ്റ്റ് വരിച്ച് അവർ വാഹനത്തിലേക്ക് കയറാൻ വേണ്ടി തയ്യാറാകുന്നില്ല. മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് ഇവർ റോഡിൽ തന്നെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ ഉള്ളത്. പോലീസുകാരുമായി സമവായ ചർച്ച നടത്തി ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. തയ്യാറല്ല. ഇവർ പോലീസുമായി വാക്കേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം തന്നെയാണ് നിലവിൽ ഉള്ളത്. ഇപ്പോൾ പോലീസ് പ്രവർത്തകരെ അവിടെ നിന്ന് നീക്കുകയാണ്. വലിയ വാക്കേറ്റത്തിലേക്കൊക്കെ പോയിരുന്നു. അറസ്റ്റ് ചെയ്ത് നീക്കുകയല്ലേ റീനു? തീർച്ചയായും സുജ, ഒരു 6ഓളം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത ബസ്സിനുള്ളിലേക്ക്, പോലീസിന്റെ ബസ്സിനുള്ളിൽ മാറ്റിയിട്ടുണ്ട്. മറ്റു പ്രവർത്തകർ പോലും മുദ്രാവാക്യം മുഴക്കിയത് 10 താഴെ പ്രവർത്തകർ മാത്രമാണ് ഉള്ളത് ഈ റോഡിൽ. അവർ മുദ്രാവാക്യം റോഡിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ തന്നെയാണ് ഇപ്പോൾ പോലീസ് തയ്യാറെടുക്കുന്നത്. പക്ഷേ അവർ പരസ്പരം കൈ ചേർത്ത് പിടിച്ച് റോഡിൽ കിടക്കുന്ന ഒരു കാഴ്ച. അവർ അറസ്റ്റ് വരിക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല. ബലം പ്രയോഗിച്ച് തന്നെ അവരെ വലിച്ച് ബസ്സിനുള്ളിലേക്ക് കയറ്റുന്ന ഒരു കാഴ്ചയാണ് നിലവിലുള്ളത്. വലിച്ചു വെക്കരുത് എന്നുള്ളൊരു ആവശ്യമാണ് അവർ പറയുന്നത്. എങ്കിൽ പോലും പോലീസ് നല്ല രീതിയിൽ ബലം പ്രയോഗിച്ചപ്പോൾ വാഹനത്തിലേക്ക് കയറ്റിക്കൊണ്ട് പോവുകയാണ് നിലവിൽ ചെയ്യുന്നത്. എന്തായാലും ഒരു പ്രവർത്തകന്റെ തലയ്ക്ക് ഗുരുതരമായി, അതായത് ഉന്തും തള്ളലിൽ ഗുരുതരമായി പരിക്കേറ്റു, ചോര പൊടിയുന്ന ഒരു സാഹചര്യമുണ്ടായി. തുടർന്നാണ് വലിയ രീതിയിലുള്ള ഒരു വാക്കുതർക്കത്തിലേക്കും ഒരു കയ്യാങ്കളിയിലേക്കും പോയത്. തുടർന്നാണ് ഈ പ്രവർത്തകർ വന്ന് ബലം പ്രയോഗിച്ച് പോലീസുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും പോലീസിനെ കയ്യേറ്റം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. അതിനുശേഷം ഇപ്പോൾ കൂടുതൽ പോലീസുകാരുടെ സംഭവ സ്ഥലത്തെത്തി ഇവരെ പൂർണ്ണമായി തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. പ്രവർത്തകരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ശിക്ഷേമ സമിതിയുടെ കവാടത്തിനപ്പുറം കടക്കാൻ അവർക്ക്, അല്ലെങ്കിൽ അവിടേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ലല്ലോ അല്ലേ റിനു? ഇല്ല സുജ, അതായത് ശിക്ഷേമ സമിതിയുടെ മുൻപിൽ ഏകദേശം 100 മീറ്റർ അപ്പുറത്താണ് ബാരിക്കേഡ് വെച്ച സംഗീത കോളേജിന് മുന്നിൽ ഈ പ്രതിഷേധത്തെ തടഞ്ഞത്. ആ ബാരിക്കേഡ് തകർത്താണ് ഇവർ ഈ ശിക്ഷേമ സമിതി ഓഫീസിന് മുന്നിൽ എത്താൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷേ പോലീസുകാർ കൃത്യമായി ഇടപെട്ട് ഇവരെ തടയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിനുശേഷം പോലീസുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടു. തുടർന്നാണ് ചെറിയ രീതിയിലുള്ള കയ്യാങ്കളിയിലേക്ക് പോയത്. ഇപ്പോൾ എന്തായാലും പൂർണ്ണമായി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് വാഹനത്തിലേക്ക് കയറ്റുവാൻ വേണ്ടി പോലീസ് ശ്രമിക്കുന്നു. അവസാന പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് ബസ്സിനുള്ളിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. എന്തായാലും ശിശുക്ഷേമ സമിതിയിലെ ഭരണസമിതി രാജിവെക്കുക, ജനറൽ സെക്രട്ടറി രാജിവെക്കുക, ഇത്തരം കുട്ടികൾക്കുണ്ടായിരുന്ന ആക്രമണങ്ങൾ ഭരണസമിതിക്ക് ആകുന്നില്ല അടക്കമുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ഈ ഒരു പ്രതിഷേധവുമായി ഇവിടേക്ക് എത്തിയത്. എന്തായാലും പൂർണ്ണമായി സമര പ്രവർത്തകരെ ബസ്സിനുള്ളിലേക്ക് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. പാവപ്പെട്ടൊരു പിഞ്ചു കുഞ്ഞിനെ ക്രൂരമായി മർദ്ദിച്ചിട്ട് പ്രതിഷേധിച്ച പ്രവർത്തകരെ മുഴുവൻ മാറ്റിക്കഴിഞ്ഞോ? പൂർണ്ണമായും, അതായത് 50-ൽ താഴെ പ്രവർത്തകർ മാത്രമാണ് ഈ പ്രതിഷേധവുമായി ഇവിടെ എത്തിയത്. അവരെ പൂർണ്ണമായി തന്നെ പോലീസ് ഇപ്പോൾ നീക്കിയിട്ടുണ്ട്. പോലീസ് വലിയ വാഹനത്തിലേക്ക് ഇവരെ അറസ്റ്റ് ചെയ്ത് കയറ്റിയിട്ടുണ്ട്. ഈ അറസ്റ്റ് ചെയ്ത് കയറ്റിയ വാഹനത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഇവർ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നത്. ഇവരെ അല്പസമയത്തിനകം തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റും, അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും അതിശക്തമായിട്ടുള്ളൊരു പ്രതിഷേധം തന്നെയായിരുന്നു. ആളെണ്ണത്തിൽ കുറവാണെങ്കിൽ ഇനി അവരുടെ പ്രതികരണത്തിലേക്ക് പോകും.
പൂർണ്ണമായി പ്രവർത്തകരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ശിശുക്ഷേമ സമിതിയുടെ ഓഫീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ മ്യൂസിയം പോലീസ് സ്റ്റേഷന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എല്ലാ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് രേഖപ്പെടുത്തി മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വിട്ടേക്കുമെന്നുള്ളതാണ്. എന്തായാലും നിലവിൽ പ്രതിഷേധവുമായി ശിശുക്ഷേമ സമിതിയിലേക്ക് എത്തിയ യുവമോർച്ച പ്രവർത്തകരെ പൂർണ്ണമായി തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട്. സുജാ. ഓക്കെ, റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്ന് ശിശുക്ഷേമ സമിതിയിലെ 2.5 വയസ്സുകാരിയുടെ മർദ്ദനത്തിൽ പ്രതിഷേധിച്ചാണ് യുവമോർച്ച മാർച്ചുമായി എത്തിയത്. ഇപ്പോൾ യുവമോർച്ച പ്രവർത്തകരെ പൂർണ്ണമായും അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്.